ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണം ചെറുതാക്കി ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതാക്കിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും കൂടി ചൂടായി വന്നാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് ആദ്യം ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ്റെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഈ ഒരു അളവിൽ ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നന്നായി ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുക. എന്നിട്ട് വേറൊരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മുടെ ഫില്ലിങ് ചേർത്തെടുക്കുക. ഇനി അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും അതിൻ്റെ ഓരോ ഭാഗം എടുത്തിട്ട് ഇതുപോലെ നടുവിലേക്ക് മടക്കിയിട്ട് നമുക്ക് ബോക്സാക്കി എടുക്കുക. ഏത് ഭാഗത്തുനിന്ന് മടക്കിയെടുത്താലും കുഴപ്പമില്ല.
ഇനി ലാസ്റ്റ് വരുന്ന ഈ ഭാഗത്ത് കുറച്ചും കൂടെ മൈദയുടെ പേസ്റ്റ് തേച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ബോക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ആദ്യം ഒരു ഭാഗത്തുനിന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബോക്സാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചട്ടി എടുത്ത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഗോൾഡൻ കളറായി വന്നാൽ മറുഭാഗവും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സമൂസ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.